എല്ലാവർക്കും നമസ്കാരം. മനുഷ്യൻ എങ്ങനെയാണ് ലോകം മുഴുവൻ വ്യാപിച്ച വലിയ നാഗരികതകൾ കെട്ടിപ്പടുത്തത്? അതിന് നമ്മളെ സഹായിച്ച അടിസ്ഥാനപരമായ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയായിരുന്നു? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ? ഒന്നാലോചിച്ചു നോക്കൂ. ലക്ഷക്കണക്കിന് വർഷങ്ങളോളം നമ്മളും മറ്റു മൃഗങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു നാൾ നമ്മൾ ഈ ലോകം ഭരിക്കുന്ന ശക്തിയായി മാറി. അതെങ്ങനെ സംഭവിച്ചു? വെറുമൊരു സാധാരണ ജീവിയിൽ നിന്ന് ലോകം മുഴുവൻ കീഴടക്കുന്നൊരു ശക്തിയായി നമ്മൾ മാറിയതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? ഈ ടൈംലൈൻ കണ്ടില്ലേ? ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണിത്. നമ്മുടെ മനുഷ്യവർഗത്തിന്റെ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 60 ലക്ഷം വർഷമായി. പക്ഷേ നമ്മളൊരു നഗരമുണ്ടാക്കുന്നത്, അതായത് ഒരു നാഗരികതയുടെ തുടക്കം കുറിക്കുന്നത് വെറും 6000 വർഷം മുൻപ് മാത്രമാണ്. നമ്മുടെ ഇത്രയും വലിയ ചരിത്രത്തിലെ അവസാനത്തെ ഒരു കൊച്ചു കഷ്ണം മാത്രം. ഒരു മിന്നായം പോലെ അല്ലേ? അപ്പോ ഈ വലിയ മാറ്റത്തിന് കാരണമായ ആദ്യത്തെ കാര്യം എന്തായിരുന്നു? മനുഷ്യന്റെ ജീവിതം തന്നെ തലകീഴായി മറിച്ച ആ ഒരു സംഭവം. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതെ, കൃഷി. അതായിരുന്നു ആ ഗെയിം ചേഞ്ചർ. മെസപ്പൊട്ടേമിയയിലെ ഉറൂക്ക് എന്ന സ്ഥലത്തെ ആളുകൾ ഗോതമ്പും ബാർലിയുമൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. അതോടെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭക്ഷണത്തിനായി അലഞ്ഞു നടക്കേണ്ടി വന്നില്ല. ഒരിടത്തു തന്നെ സ്ഥിരമായി താമസിക്കാനും അങ്ങനെ വലിയ സമൂഹങ്ങളായി വളരാനും പറ്റി. പക്ഷേ ഈ മാറ്റത്തിന് ഒരു മറുവശം കൂടിയുണ്ടായിരുന്നു. വേട്ടയാടി നടന്നവർ ശരിക്കും നല്ല ആരോഗ്യമുള്ള, ഉയരമുള്ള സൂപ്പർ അത്ലറ്റുകളെ പോലെയായിരുന്നു. എന്നാൽ കൃഷി തുടങ്ങിയതോടെ കർഷകരുടെ ജീവിതം ഒരുപാട് കഠിനമായി. അവരുടെ ഉയരം പോലും കുറഞ്ഞുപോയി. എന്നാലും ആ കഷ്ടപ്പാടാണ് ഉറൂക്ക് പോലൊരു നഗരത്തിൽ 50,000-ൽ കൂടുതൽ ആളുകളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ സഹായിച്ചത്. അപ്പോ ഇത്രയും ആളുകൾ ഒരുമിച്ച് ഒരിടത്ത് ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പുതിയ ചില ടൂൾസ് വേണ്ടിവന്നു. നിയമങ്ങളില്ലാതെ ഒരു ഓർഡറുമില്ലാതെ ഒരു നഗരത്തിന് മുന്നോട്ടു പോകാൻ പറ്റില്ലായിരുന്നു. അവിടെയാണ് എഴുതപ്പെട്ട നിയമങ്ങൾ വരുന്നത്. ഒരുപക്ഷെ ഇതിന്റെ ഏറ്റവും പ്രശസ്തമായ ഉദാഹരണമാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. അദ്ദേഹം എന്തു ചെയ്തു? 252 നിയമങ്ങൾ ഒരു വലിയ കല്ലിൽ കൊത്തിവെച്ചു. ഇതോടെ കാര്യങ്ങൾ മാറി. നിയമമെന്നത് രാജാവിന്റെ മാത്രം ഇഷ്ടമല്ലാതായി. എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവർക്കും ബാധകമായ ഒന്നായി മാറി. ശരിയാണ്, നിയമം എല്ലാവർക്കും ഒരുപോലെയൊന്നും ആയിരുന്നില്ല. പക്ഷെ അത് സമൂഹത്തിന് ഒരു ചട്ടക്കൂട് നൽകി. നിയമങ്ങൾക്കൊപ്പം തന്നെ വന്ന മറ്റൊരു കാര്യമാണ് സാമൂഹികമായ തരംതിരിവുകൾ. അതായത് സൊസൈറ്റിയെ ഒരു പിരമിഡ് പോലെ പല തട്ടുകളായി തിരിച്ചു. ഈജിപ്തിലോ ചൈനയിലോ ഒക്കെ നോക്കിയാൽ ഇത് വ്യക്തമായി കാണാം. ഏറ്റവും മുകളിൽ രാജാവ് അല്ലെങ്കിൽ ഫെറോ. താഴോട്ട് വരുന്തോറും ഉദ്യോഗസ്ഥർ, പട്ടാളക്കാർ, അങ്ങനെ വന്ന് ഏറ്റവും താഴെ സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളും. ഇത്രയും വലിയൊരു സിസ്റ്റം പ്രവർത്തിപ്പിക്കണമെങ്കിൽ ആളുകൾ വേണ്ടേ? അവിടെയാണ് ബ്യൂറോക്രസിയുടെ, അതായത് ഉദ്യോഗസ്ഥ ഭരണത്തിന്റെ വരവ്. ഈജിപ്തിലെ സ്ക്രൈബ്സ് അഥവാ എഴുത്തുകാർ ഇതിനൊരു നല്ല ഉദാഹരണമാണ്. നികുതി പിരിക്കുന്നതും ഭക്ഷണത്തിന്റെ കണക്ക് വയ്ക്കുന്നതും രാജാവിന്റെ കൽപ്പനകൾ എഴുതിവെക്കുന്നതുമെല്ലാം ഇവരായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഭരണകൂടങ്ങളെ ഓടിച്ചിരുന്നത് ഈ ഉദ്യോഗസ്ഥരായിരുന്നു. ഓക്കെ, അപ്പോ ഒരു നഗരം എങ്ങനെ ഭരിക്കണമെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അതിനെ വലുതാക്കുക, അല്ലേ? ഒരു നഗരത്തിൽ നിന്ന് തുടങ്ങി ഒരു ലോകം മുഴുവൻ പിടിച്ചടക്കുന്ന സാമ്രാജ്യങ്ങൾ. അവ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. ഏകദേശം എല്ലാ സാമ്രാജ്യങ്ങൾക്കും ഒരു കോമൺ പ്ലേബുക്ക് ഉണ്ടായിരുന്നുവെന്ന് തന്നെ പറയാം. സ്റ്റെപ്പ് 1 സ്വന്തം ആൾക്കാരെ ഒന്നിപ്പിക്കുക. സ്റ്റെപ്പ് 2 അടുത്തുള്ളവരെ കീഴടക്കുക, സൈറസ് ബാബിലോൺ പിടിച്ചടക്കിയ പോലെ. സ്റ്റെപ്പ് 3 റോഡുകളും പാലങ്ങളുമൊക്കെ പണിത് സാമ്രാജ്യം വെങ്ങുമാക്കുക. റോമാക്കാരിതിൽ മിടുക്കരായിരുന്നു. അവസാനമായി സ്റ്റെപ്പ് 4 ചൈനയിലെ ക്വിൻ ഷി ഹുവാങ്ങിനെ പോലെ കർശന നിയമങ്ങൾ കൊണ്ടുവന്ന് ഭരണം ഉറപ്പിക്കുക. ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് ലോകം കണ്ട ചില ഭീമൻ സാമ്രാജ്യങ്ങൾ ഉയർന്നുവന്നു. സൈറസിന്റെ പേർഷ്യൻ സാമ്രാജ്യം, ഒരു കാലത്ത് ലോകമടക്കി ഭരിച്ച റോമാ സാമ്രാജ്യം, പിന്നെ കരയിലെ ഏറ്റവും വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ചെങ്കിസ് ഖാന്റെ മംഗോൾ സാമ്രാജ്യം. ഇവയെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ്. പക്ഷേ വാളുകൊണ്ടും നിയമം കൊണ്ടും മാത്രം ആളുകളെ ഒരുമിച്ച് നിർത്താൻ പറ്റുമോ? ഇല്ല. അതിലും വലിയൊരു ശക്തിയുണ്ടായിരുന്നു. അതാണ് ആശയങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ശക്തി. ഉദാഹരണത്തിന് ഗ്രീക്ക് ഫിലോസഫറായ പ്ലേറ്റോയുടെ ആശയം നോക്കാം. അദ്ദേഹം പറഞ്ഞു, ഏറ്റവും അറിവും വിവേകവുമുള്ള ഒരാൾ, ഒരു ഫിലോസഫർ കിങ്, രാജാവാകണം എന്ന്. എങ്കിലേ രാജ്യത്ത് നന്മയുണ്ടാവൂ. ഇത് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് ഭരണാധികാരികളെ സ്വാധീനിച്ചൊരു ഐഡിയ ആയിരുന്നു.
എന്നാൽ ചൈനയിലെ താവോയിസം ഇതിന്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു. അവര് വലിയ ഭരണത്തെക്കുറിച്ചോ രാജാക്കന്മാരെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. പകരം ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അധികം ടെൻഷൻ അടിക്കാതിരിക്കുക. ഇതായിരുന്നു അവരുടെ തത്വം. ഫിലോസഫി പോലെ തന്നെ മതങ്ങൾക്കും വലിയൊരു പങ്കുണ്ടായിരുന്നു. അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചതോടെ മൗര്യ സാമ്രാജ്യത്തിൽ അഹിംസ ഒരു പ്രധാന ആശയമായി. റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതം സ്വീകരിച്ചത് ആ മതത്തിന്റെ വളർച്ചയ്ക്ക് വലിയൊരു കാരണമായി. അതുപോലെ ഇസ്ലാം മതം അറേബ്യൻ നാടുകളെ ഒന്നിപ്പിക്കുകയും വലിയ സാമ്രാജ്യങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. അപ്പോ കൃഷി വന്നു, സമൂഹം ഓർഗനൈസ്ഡായി, വലിയ സാമ്രാജ്യങ്ങളുണ്ടായി, ആളുകളെ ഒന്നിപ്പിക്കാൻ ആശയങ്ങളും വന്നു. ഇനി എന്താടുത്തത്? ഈ വെവ്വേറെയായി കിടക്കുന്ന നാഗരികതകൾ തമ്മിൽ ബന്ധപ്പെടാൻ തുടങ്ങി. ഒരു ഗ്ലോബൽ വില്ലേജിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ തുടക്കം ചൈനയുടെ സിൽക്ക് റോഡിൽ നിന്നായിരുന്നു. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള കച്ചവടത്തിന്റെ ഒരു വലിയ പാലം. പിന്നെ വന്ന കുരിശുയുദ്ധങ്ങൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും യൂറോപ്പും മിഡിൽ ഈസ്റ്റും തമ്മിൽ പല ആശയങ്ങളും കൈമാറാൻ അത് കാരണമായി. പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിൾ വീണപ്പോൾ യൂറോപ്യന്മാർക്ക് പുതിയ വഴികൾ തേടേണ്ടി വന്നു. അതിന്റെയൊക്കെ അവസാനമാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതും അതുവരെ അറിയാതിരുന്ന രണ്ട് ലോകങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നമ്മുടെ നാഗരികതയുടെ അടിത്തറ. കൃഷിയിൽ നിന്ന് കിട്ടിയ ഭക്ഷണം, സമൂഹത്തെ ഒരുമിച്ച് നിർത്താനുള്ള നിയമങ്ങൾ, അതിനെ വളർത്താനുള്ള സാമ്രാജ്യങ്ങൾ, ആളുകളെ പ്രചോദിപ്പിക്കാനുള്ള ആശയങ്ങൾ, അവസാനം എല്ലാവരെയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള വഴികൾ. ഈ 5 കാര്യങ്ങളാണ് നമ്മളെ ഇന്ന് ഇവിടെ എത്തിച്ചത്. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഭൂതകാലത്തെ നിർമ്മിച്ചത്. പക്ഷേ ഒരു നിമിഷം, ഭാവിയെക്കുറിച്ച് ചിന്തിച്ചാലോ? നമ്മുടെ ലോകത്തെ ഇനി മുന്നോട്ട് നയിക്കാൻ പോകുന്ന ആ അടുത്ത ബിൽഡിംഗ് ബ്ലോക്ക് എന്തായിരിക്കും? ടെക്നോളജിയാണോ? അതോ നമ്മളെല്ലാവരും ഒന്നിക്കുന്ന ഒരാഗോള സഹകരണമാണോ? അതോ നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത മറ്റെന്തെങ്കിലുമാണോ? ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണിത്, അല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ വിവരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.